ഹായ് ഹലോ നമസ്കാരം. തമ്പനയിൽ കണ്ട വന്ന ആളുകൾ വെയിറ്റ് ചെയ്യുക, ഞാൻ കാര്യം പറഞ്ഞു തരാം. അത് കണ്ട ഉടനെ തന്നെ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് വന്നവരും ഇതെന്തായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി വന്ന ആളുകളും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഞാനിന്ന് പറയാൻ പോകുന്നത് ജനൻ ടി വിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഇന്ന് ജനൻ ടി വിയിൽ വന്ന ഒരു ചെറിയൊരു വാർത്ത ആദ്യം തന്നെ പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനൻ ടി വിയോട് സഹതാപമാണോ വെറുപ്പാണോ അറപ്പാണോ തോന്നേണ്ടത് എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം ഒരു വാർത്താ മാധ്യമം എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഓൺലൈൻ മഞ്ഞപ്പത്രങ്ങളെക്കാളും കൂടുതലായിട്ട് വർഗീയത പറയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് ഈ ജനം ടി വി എന്ന് പറയുന്നത്. അതിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് ഈ താഴെ കാണുന്നത്. ബീച്ചിലേക്കാണോ ബുർക്കിനി, അതിന്റെ താഴെ ബിക്കിനി എന്ന് പറഞ്ഞിട്ട് വെട്ടിക്കളഞ്ഞിട്ട് ധരിക്കണമെന്ന് സ്ത്രീകളോട് സിറിയ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാർത്ത. അതിൽ പറഞ്ഞിരിക്കും ശരി, സ്ത്രീകളോട് ബുർക്കിനി ധരിക്കണമെന്ന് സിറിയ പറഞ്ഞിരിക്കുന്നതിൽ ഇവിടെ എന്താണ് നിനക്കൊക്കെ പ്രശ്നം? ഇതിനകത്ത് ബിക്കിനി എന്ന് ചേർക്കേണ്ട കാര്യം എന്താണ്? ബീച്ചിൽ പോയാൽ എല്ലാവരും ബിക്കിനി ഇടണം എന്നാണോ? ഈ വാർത്ത കൊടുത്തപ്പോഴത്തേന് നമ്മുടെ നമ്പ്യാർജിയും കൂട്ടത്തില് അതിന്റെ പുറകിൽ കളിച്ച എല്ലാവരും എന്തൊക്കെയോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ കമന്റിൽ മുഴുവൻ കിട്ടിയത് അണ്ണാക്കിലായിരുന്നു, അതും നമ്പ്യാർജിയുടെ അണ്ണാക്കില്. ആദ്യത്തെ ഒന്ന് രണ്ട് കമന്റുകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. നമ്പ്യാർജി ഇതിന് പ്രതികാരം ചെയ്യണം. എല്ലാ സംഘമിത്രങ്ങളും അമ്മ, പെങ്ങൾ, ഭാര്യ എന്നിവരെ തൊട്ടടുത്തുള്ള ബീച്ചിൽ കൊണ്ടുപോയിട്ട് ബിക്കിനി ഇടിയിപ്പിച്ച് അല്ലെങ്കിൽ തുണിയില്ലാതെയോ നിർത്തണം. ഈ നേരത്തും സിറിയയിലെ ബിക്കിനി തപ്പിപ്പോയ നമ്പ്യാരുടെ മനസ്സ് ഉത്തരേന്ത്യൻ സംഘസ്വാമികൾ പോയെങ്കിലും എന്ന് ഭയന്ന് ജിഹാദികൾ കൊണ്ടുവന്ന നിയമമായിരിക്കും. സംഘിണികൾ ബിക്കിനി ഇട്ട് പ്രതിഷേധിക്കും. അല്ല നമ്പ്യാരെ, നിളാ നമ്പ്യാരുടെ ബിക്കിനിയൊക്കെ പോരെ നമുക്ക്, വെറുതെ സിറിയ വരെ പോകണോ? ഇത് വായിച്ച് ഇതിന്റെ കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതുപോലെ ഒരുപാട് കമന്റുകളുണ്ട്. ചിരിക്കാനും അതുപോലെ തന്നെ പറയാൻ ഇതുപോലെ ഓൺലൈനായിട്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ഒരുപാട് കമന്റുകളുണ്ട്. എന്റെ ചോദ്യം അതാണ്, നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിരിക്കുന്ന സമയത്തും അവര് പോയിരിക്കുന്നത് അങ്ങ് സിറിയയിലെ ബിക്കിനിയുടെ പുറകെയാണ്. ഇവർക്ക് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളെ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് വാർത്തകൾ വന്നില്ലെന്നുണ്ടെങ്കിൽ അന്ന് അവർക്ക് മനസമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇനി ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. ഇന്ന് നമ്മുടെ എയർ ഇന്ത്യയുടെ വിമാനം അഹമ്മദാബാദിൽ തകർന്നു വീണതിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും വാർത്തകൾ, ഇത് അറിയാത്ത മലയാളികൾ എന്നല്ല, ഇന്ത്യക്കാർ ആരും തന്നെ ഇല്ല, ഇന്ത്യക്കാരൻ തന്നെയല്ല. ഇന്ന് എന്റെ ബോസ് ആദ്യം കണ്ടപ്പോൾ ചോദിച്ചത് ഈ വാർത്തയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം വന്ന വാർത്ത അതിൽ എല്ലാ ആളുകളും മരണപ്പെട്ടു എന്നാണ്. പക്ഷെ അത്ഭുതം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു കളി അല്ലെങ്കിൽ അവന്റെ ഭാഗ്യം എല്ലാം കൂടെ പറഞ്ഞാലും അതിൽ ഒരാൾ രക്ഷപ്പെട്ടു. അതിന്റെ എമർജൻസി എക്സിറ്റ് വഴി പുള്ളി അധികം പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു നല്ലൊരു വാർത്തയും ഇതിന്റെ കൂടെ നമ്മൾ കേട്ടായിരുന്നു. പക്ഷേ ഇന്ന് വൈകുന്നേരം നമ്മുടെ ജനം ടി വിയിൽ ഒരു ചർച്ച മുന്നോട്ട് പോവുകയാണ്. ആ ചർച്ചയെ കുറിച്ച്, അതായത് അഹമ്മദാബാദ് ആകാശ ദുരന്തം എന്ന ഒരു ഹെഡ്ലൈനിൽ ഒരു ചർച്ചയ്ക്കിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഒരു ഡൽഹി റിപ്പോർട്ടർ, ജനൻ ടി വിയുടെ ഡൽഹി റിപ്പോർട്ടർ. പിന്നെ ചർച്ച നടത്തുന്ന ആളെ എല്ലാവർക്കും അറിയാമല്ലോ. ആ ചാനലിൽ ചർച്ച എന്ന പേരിൽ എന്ത് ചെറ്റത്തരവും പറയാനായിട്ട് മുന്നിൽ നിൽക്കുന്ന ആൾ ആരായിരിക്കുമല്ലോ? നമ്മുടെ നമ്പ്യാർജി. പക്ഷേ ഇതിന്റെ കൂട്ടത്തിൽ ഒരാളും കൂടി ഇരിപ്പുണ്ട്, ഡോക്ടർ നുസ്രത്ത് ജഹാൻ. എന്തിനാണ് ഡോക്ടറേറ്റ് കിട്ടിയത് എന്നുള്ള ചോദ്യചിഹ്നമായിട്ട് നമ്മൾ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതായത് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയത്തിന്റെ തലപ്പത്ത് നിന്ന് തൂപ്പുജോലി പോലും ചെയ്യാത്ത ഒരാൾ, പക്ഷേ ഇന്ത്യൻ വ്യോമ മേഖലയെക്കുറിച്ച് അഗ്രഗണ്യായിട്ടുള്ള, അതിൽ എല്ലാം പഠിച്ച് തീർന്നിട്ടുള്ള ഒരാളാണ് ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. നമ്മളെ എല്ലാവർക്കും അറിയാം, നമ്പ്യാർജി ഒരിക്കലും നമ്പ്യാർജിയെക്കാട്ടിലും വിവരം കൂടിയ ഒരാളെയും ചർച്ചയ്ക്ക് കൊണ്ടുവരില്ല. കാരണം തിരിച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്പ്യാർജി അപ്പം തന്നെ അണ്ണാക്കിലെ പിരിവെട്ടി മിണ്ടാണ്ടിരിക്കേണ്ട അവസ്ഥ വരും എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നോക്കിയും കണ്ടുമൊക്കെയാണ് വിളിക്കുന്നത്. ഇപ്പൊ കൂടുതലായിട്ടും ചർച്ച എന്ന പേരിൽ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ആരിഫ് ഹുസൈൻ. ലോകത്ത് എന്ത് കാര്യം നടന്നാലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരിഫ് ഹുസൈൻ ഉണ്ടാകും. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ജാമിദ ടീച്ചറായിരുന്നു. ഇപ്പൊ ജാമിദ ടീച്ചറിന്റെ ആ ഒരു ഫെയിം അങ്ങോട്ട് ഔട്ടായി തുടങ്ങി. ഇപ്പൊ ജാമിദ ടീച്ചറിനെ തള്ളി പുറത്തേക്ക് ഇട്ടു. ഇപ്പൊ ആരിഫ് ഹുസൈൻ ആയിരുന്നു. ഇപ്പൊ അതും കഴിഞ്ഞു, ഡോക്ടർ നുസ്രത്ത് ജഹാൻ. എന്തായല്ലേ ഒരു ഗെറ്റപ്പ് ഒക്കെ പേര് പറയാൻ. എന്തായാലും പറയുന്നത് കോമഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം. അതായത് ഈ ഒരു വിമാന അപകടം നടത്തിയത് അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ കളിച്ച കൈകൾ തീവ്രവാദികളുടെയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമുക്ക് എന്തായാലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കേൾക്കാം. കുറച്ചുകൂടി, വളരെ കുറച്ച്, നിങ്ങളൊന്ന് കേട്ടു നോക്കാം. ഞാൻ അതിനെ അകത്ത് സംസാരിക്കാം. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും നുസ്രത്ത് ജഹാന്റെ കൊച്ചുമക്കൾ എങ്ങാണ്ടോ മറ്റേ റിമോട്ടുള്ള ഫ്ലൈറ്റ് ഓടിച്ചപ്പോഴത്തേന് എന്തോ കാര്യം സംഭവിച്ചു, അതിനെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കുകയാണെന്ന് നമ്പ്യാർജിക്കെന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആളുകൾക്ക് തോന്നും. പക്ഷെ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. Dr. Nusrat Jahan, who is the main culprit? അതാണ് എന്തായാലും ഇത് ഒരു ക്യാപ്റ്റനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് ആ CCTV ദൃശ്യത്തിൽ തന്നെ. ആദ്യം എന്റെ നമ്പ്യാർജി ആ പെണ്ണുമ്പിള്ളയോട് പറയണം, ഇത്രയും വലിയ ഡോക്ടറേറ്റ് ഒക്കെ കിട്ടി അങ്ങ് കൊമ്പത്തെ വലിയ വ്യോമയാന മന്ത്രാലയത്തിന്റെ വലിയ ആളായിട്ടല്ലേ സംസാരിക്കാൻ വന്നിരിക്കുന്നത്.
ഒരു ലൈവ് പ്രോഗ്രാം ടി വിയിൽ വിളിക്കുമ്പോൾ ആ ടി വിയുടെ സൗണ്ട് കുറച്ച് വെച്ചിട്ട് സംസാരിക്കാൻ പറയണം. അല്ലാതെ ചുമ്മാ അയ്യോ എക്കോ കേൾക്കുന്നു എന്നല്ല. അതിനുള്ള വിവരം പോലും ഇല്ല എന്ന് പറയണം അവർക്ക്. ഇങ്ങനെ പോയ എയർക്രാഫ്റ്റ് ഇങ്ങനെ ഒരൊറ്റ പൊക്കലിന് മാത്രമേ ആ ഫോട്ടോ കാണുള്ളൂ, പിന്നെ പതിക്കുന്നതാണ്. അതായത് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് താഴേക്ക് പതിച്ചു എന്നുള്ളത് നമ്മളെല്ലാവരും ആ വീഡിയോയിൽ കണ്ടത്. അതായത് ടേക്ക് ഓഫ് ചെയ്ത് ഇങ്ങനെ പോയ സാധനം പെട്ടെന്ന് താഴേക്ക് പതിച്ചു. അതിനകത്ത് എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്നാണ് ഈ ചേച്ചി പറയുന്നത്. അപ്പൊ എവിടെയോ ഒന്നും ആ പ്രഷർ കിട്ടിയിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ട്. ബാക്കി കാര്യങ്ങള് ആ പെണ്ണുമ്പിള്ളക്ക് ആ ടിവിയുടെ സൗണ്ട് കുറച്ച് വെച്ചാൽ നമുക്കും ഇതൊന്നും പറഞ്ഞ് കേട്ട് ക്ലിയർ ആകാനത് പറ്റുന്നില്ല. ഫുള്ള് അവര് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കുക. എന്നെ മന്ദബുദ്ധിയൊക്കെയാണ്. പിന്നെ ഇതേപോലെ അന്വേഷണത്തിൽ എന്തായാലും രാജ്യം ഇത് വെറുതെ നോക്കി കാണൂല, വെറും ഒരു അപകടമായിട്ട് കാണൂല. ഇതിന്റെ പിന്നിലുള്ള എല്ലാ ചാർട്ടും ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തവരെ പോലും ഇവരെടുത്ത് പരിശോധിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്ത എല്ലാ സ്റ്റാഫിനെയും ഇന്ന് തൊട്ട് വീട്ടിൽ വിടാതെ തന്നെ അവർ ചോദ്യം ചെയ്യും. ഈ ഫ്ലൈറ്റിൽ A to Z ATC ആയാലും ഗ്രൗണ്ട് സ്റ്റാഫ് ആയാലും കസ്റ്റംസ് ആയാലും ഇമിഗ്രേഷൻ ആയാലും എല്ലാവരും ഇനി ഒരു ചോദ്യം ചെയ്യലിന് വിധേയമായിട്ട് മാത്രമേ അവർക്ക് അവരെ വീട്ടിലേക്ക് മടങ്ങി പോകാൻ കഴിയൂ. അപ്പോഴേ നമുക്കിത് പുറത്തു വരും. നമുക്കൊന്നും തള്ളിക്കളയാൻ പറ്റാത്ത അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അന്വേഷണം എവിടെ നിന്ന് തുടങ്ങും? അന്വേഷണം എയർപോർട്ടിന്റെ സിസ്റ്റത്തിൽ നിന്ന് തുടങ്ങണം. നമ്മളെ ബുക്കിംഗ് തൊട്ടിട്ട് ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ അല്ല സത്യത്തിൽ ഈ പെണ്ണുമ്പിള്ള എന്തിനാ ചിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു അപകടത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതിൽ അവർ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അവർക്ക് തന്നെ മനസ്സിലായി ഞാൻ എന്തിനാ ഈ പൊട്ടത്തരം പറയുന്നതെന്ന്. അവർ സ്വയമേ ചിന്തിച്ചുകൊണ്ട് അവർ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഇതുമായിട്ട് എന്ത് ബന്ധമാണോ ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവരിതിനകത്ത് പറഞ്ഞത് കേട്ടില്ലേ, ഈ അപകടം ഉണ്ടായി ഈ സമയം തൊട്ട് ആരെയും വീട്ടിൽ വിടാൻ പാടില്ല. ഗ്രൗണ്ട് സ്റ്റാഫ് ആയിക്കോട്ടെ, കസ്റ്റംസ് ആയിക്കോട്ടെ, എയർപോർട്ട് അതോറിറ്റിയിലുള്ള ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ATCയിലുള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാം ഒരാളെയും വീട്ടിൽ വിടാതെ അവരെ എല്ലാവരെയും അന്വേഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് ഇത് കേൾക്കുന്ന ഇയാൾക്കൊരു ബോധം വേണ്ടേ? ഈ എല്ലാ വിമാനത്തിൻ്റെ വാൽഭാഗം വളരെ ക്ലിയർ ആയിട്ട് അവർ പൊട്ടിത്തെറിക്കാതെ അവിടെ ഉണ്ട്. അതിൽ നിന്ന് ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ, അതുപോലെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഉപകരണത്തിന് കേടുപാട് ഉണ്ടാകാൻ സാധ്യതയില്ല. ബ്ലാക്ക് ബോക്സിന് കേടുപാട് ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ അപകടം എന്താണെന്ന് മനസ്സിലാകാൻ അതിനുള്ള അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. ശരി, ആയിക്കോട്ടെ. ഇനി ഇവർ പറഞ്ഞ മറ്റൊരു കാര്യവും കൂടി ഇതിനകത്തുണ്ട്. മരിച്ചിട്ടുണ്ട് ഗുജറാത്ത് എക്സ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും വന്നോ എന്ന് പരിശോധിക്കണം. പിന്നെ അദ്ദേഹം പഞ്ചാബിന്റെ പ്രഭാരി കൂടി ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. പഞ്ചാബിന്റെ പ്രഭാരിയായി അനേകം, ഇപ്പൊ ഞാൻ തന്നെ അറിയണ ഒരു കോൺഗ്രസ് മിനിസ്റ്റർ ഇന്നലെ കഴിഞ്ഞ ദിവസം BJPയിലേക്ക് വന്നത് ഇദ്ദേഹത്തിന്റെ ത്രൂ ആണ്. കാരണം അത് അദ്ദേഹത്തിന്റെ അടുത്തൊരു സുഹൃത്താണ്. അപ്പൊ അതേപോലുള്ള കുറെ കാര്യങ്ങൾ പഞ്ചാബിൽ ഒരു വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള്. എല്ലാവർക്കും ഇദ്ദേഹത്തിനെ പറ്റി സംഘാടകൻ എന്ന നിലക്ക് ഏറ്റവും ശക്തനായ ഒരു BJP നേതാവ് എന്നുള്ളത് പറയാൻ പറ്റുന്ന ആളാ. അപ്പൊ ഇതൊക്കെ ഇതില് നമ്മള് അന്വേഷണങ്ങള് ഇത് ചില്ലറ കൊണ്ടൊന്നും തീരൂല നമ്പ്യാർജി. ഇത് നമ്മളെ പഹൽഗാം തൊട്ട് തന്നെ തുടങ്ങണം. ശരി നമ്പ്യാർജി, കേട്ടല്ലോ അല്ലേ? അങ്ങ് പെഹൽഗാം തൊട്ട് നമ്മൾ അന്വേഷിച്ച് വരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പെഹൽഗാം എന്തിനാണ് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവരതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് ഈ മരണപ്പെട്ട ഇതിനകത്ത് ഒരു ഗുജറാത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രി മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പഞ്ചാബുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പഞ്ചാബിലുള്ള ഏതോ ഒരു പഴയ കോൺഗ്രസിന്റെ ഒരാൾ ഈ BJPയിലേക്ക് വന്നത് ഇദ്ദേഹത്തിന്റെ മൂലമായതുകൊണ്ട് അദ്ദേഹത്തിനെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു അപകടമായിട്ട് നമ്മൾ ഇതിനെ കാണണം. എന്താ നമുക്കിതിനെ എന്താ ഇവരോടൊക്കെ പറയേണ്ടത്? അവരെങ്ങനെയൊക്കെയാണ് ഒരു അപകടത്തിനെ കണക്ട് ചെയ്ത് ഇതിനെ ഒരു തീവ്രവാദ ബന്ധമായിട്ട് കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണ്? അവിടെ നിന്നിട്ട് ഉടനെ തല കുലുക്കുക. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മുഖ്യധാര മാധ്യമത്തിന്റെ ചർച്ചയാണ് ഇന്ന് കണ്ടത്. ഇന്ന് ഇന്ത്യ ഒട്ടാകെ നടുങ്ങിയ ഒരു അപകടം നടന്ന് 240 പേര് മരണപ്പെട്ടിട്ട് അതിന്റെ ആ ഒരു ചൂടഴിയുന്നതിന് മുമ്പ് ഇന്ന് രാത്രി തന്നെ നടത്തിയ ഒരു ചർച്ചയാണ് ഈ കാണുന്നത്. ഇവർക്ക് എന്ത്
ഉണ്ടായിട്ടാണ് ഇവരെ അവിടെ പിടിച്ചിരുത്തിക്കൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ഏഷ്യാനെറ്റിലും മനോരമയിലും അതുപോലെ തന്നെ 24-ലും എല്ലാം പല ആളുകളും വ്യോമയാന മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വ്യോമസേനയിൽ വർക്ക് ചെയ്തിട്ടുള്ള അങ്ങനെ പല ആളുകളും ഇതിനെപ്പറ്റി വളരെ കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കുന്നതിനെക്കുറിച്ച്, അതിൻ്റെ ലാൻഡിംഗ് ഗിയർ താഴ്ന്നിരിക്കുകയായിരുന്നു, അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ഈ പറഞ്ഞ ബ്ലാക്ക് ബോക്സിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച്, ബോയിങ്ങിൻ്റെ കാലപഴക്കത്തെ കുറിച്ചിട്ട് അങ്ങനെ പല കാര്യങ്ങളും നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ പല ചാനലിൽ ഇരുന്ന് സംസാരിക്കാൻ ഞാനിന്ന് കണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യമാണോ സഹതാപം എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. ഇവരെന്താണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന്. ഏതൊരു കാര്യത്തിനകത്തും വർഗീയത തിരുകാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഒരു ചാനല്, എൻ്റെ ദൈവമേ, ഒന്നുമില്ല ഇവരെയൊക്കെ പറയാനുണ്ട്. ഇതിന്റെ താഴെ വന്ന് വെച്ച് ഒരുത്തൻ കമന്റ് ഇട്ടിട്ടുണ്ട്, ഒരു മോഹനൻ നായരോ സംതിങ്. ഞാനിത് പറയുന്ന കള്ളവന്ന് തോന്നുകയാണെങ്കിൽ ജനം ടിവിയുടെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ മതി. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടായിരിക്കും ഈ അപകടം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹെഡിങ്ങിൽ ഈ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ വന്ന് വെച്ച് പറയുന്ന ഒരു വലിയ, പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ വലിയ കൊണാണ്ടറെ പോലെയുള്ള ഒരു പ്രൊഫൈൽ പിക്ചറുള്ള ഒരു പാർട്ടി അതിന് താഴെ വന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്, നുസ്രത്ത് ജഹാൻ പറയുന്നത് ശരിയാണ്, ഇന്ത്യൻ ഗവൺമെന്റിനോടും ടാറ്റയോടും ഒരുപാട് വെറുപ്പുള്ള ആളുകൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണെന്ന്. എന്നാൽ ഈ നായിൻ്റെ മോനെയൊക്കെ കൂടെ പറഞ്ഞു വിട്ട് അന്വേഷിക്കാനായിട്ട് പറയാം. എന്തിനാണ് ഈ കേന്ദ്ര സേനയും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത്? അറിയാണ്ട് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോകുന്നതാ. നിങ്ങൾക്ക് എന്താ ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത്? പറയും, കമന്റിൽ പറയും, ഞാൻ കേൾക്കട്ടെ. ഞാൻ ഈ പറഞ്ഞത് തെറ്റാണോ എന്നുള്ളത്.